നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ആഷാഢ നവരാത്രി ദിന ആശംസകൾ. നാളെ 7/7/2024, അതായത് അതിശക്തിയാർന്ന 777 മാജിക് ഡേ ആണ് നാളെ 7-ാം മാസം 7-ാം തീയതി. വർഷം നമ്മൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. 7-ാം മാസത്തിലെ 7-ാമത്തെ ദിവസം രാവിലെ 7 മണി അല്ലെങ്കിൽ വൈകിട്ട് 7 മണി, വെറും 7 മിനിറ്റ് നിങ്ങൾ ചിലവാക്കിയാൽ മാത്രം മതി. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ഒരു ഘട്ടം ഉയർച്ച ഉറപ്പായും ഉണ്ടാകുന്നതാണ്. ചിലർക്കെങ്കിലും തോന്നാം, നിങ്ങൾക്കൊരു ജോലിയും ഇല്ലേ, അതെഴുത് അല്ലെങ്കിൽ ഇതെഴുത്, 5 മിനിറ്റ് എഴുത്, 6 മിനിറ്റ് എഴുത്. ഇങ്ങനെ ചിന്തിക്കുന്നവർ ധാരാളം പേരുണ്ട്. എന്നാൽ പറയേണ്ടത് എൻ്റെ കടമയാണ്. എന്നാൽ ഇത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്താൽ 100% അതിന് ഫലം ഉണ്ടാകുന്നതാണ്. ഓരോ മാസവും റിപ്പീറ്റഡായി ഇങ്ങനെയുള്ള നമ്പറുകൾ വരുമ്പോൾ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നമുക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. നാളെ 777 മാജിക് ഡേയിൽ ചെയ്യേണ്ട കാര്യം ഏതാണെന്നും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് പൂർണ്ണമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യുവാൻ പൂജയുടെയോ അല്ലെങ്കിൽ മന്ത്രജപത്തിൻ്റെയോ ആവശ്യമില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഇനി പറയുന്ന മെത്തേഡ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ഇത് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല. അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിരുന്നാലും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതുമാത്രമല്ല, പുലവാലായ്മയുള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇതുവരെയും നിറവേറ്റാത്ത ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഈ പ്രപഞ്ചത്തിനോട് നിങ്ങൾ പറയുക. അതായത് ഈ 7 മിനിറ്റ് പ്രയോജനപ്പെടുത്തിയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ പ്രപഞ്ചത്തിനോട് പറയുന്നത്. ഇനി ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നാൽ അത് ചില സ്വിച്ച് വേർഡ്സുകൾ മൂലവും അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പറുകൾ മൂലവുമാണ്. അതായത് അത്ഭുത ശക്തിയുള്ള സ്വിച്ച് വേർഡ്സുകളും ഏഞ്ചൽ നമ്പറുകളും മൂലം ഈ പ്രപഞ്ചത്തിനോട് നമുക്ക് സംസാരിക്കുവാൻ അല്ലെങ്കിൽ ബന്ധപ്പെടുവാൻ സാധിക്കുന്നതാണ്. ഈ പ്രപഞ്ചം നമ്മൾ ചോദിക്കുന്നതെന്തും നൽകുവാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ നമ്മൾ വിശ്വാസത്തോടു കൂടി ഈ പ്രപഞ്ചത്തിനോട് യാതൊന്നും ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഒരു 7 മിനിറ്റ് ചിലവാക്കിയാൽ നമുക്കൊന്നും തന്നെ നഷ്ടപ്പെടാനില്ല. നാളെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തിരക്കുകളില്ലാത്തൊരു ദിവസമാണ് നാളെ. നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമയത്തിൻ്റെ ഒരു 7 മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്കൊന്നും തന്നെ കുറവാകില്ല അല്ലെങ്കിൽ നഷ്ടപ്പെടുകയില്ല. ഇനി നാളെ ഞായറാഴ്ചയാണ്, എവിടെയെങ്കിലും യാത്രയുണ്ട് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകാനുണ്ട്. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ 7 മിനിറ്റിൽ ചിലർ ചിന്തിക്കുന്ന പ്രക്രിയ ചെയ്യാറുണ്ട്. അതായത് തിങ്കിങ് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ 7 മിനിറ്റ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഈ 7 മിനിറ്റ് സമയം നിങ്ങൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ വിവാഹം നടക്കണമെന്നാണെങ്കിൽ, അതുമല്ലെങ്കിൽ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹത്തിന് മാതാപിതാക്കളാണ് ചെയ്യുന്നതെങ്കിൽ അവർ എങ്ങനെയാണോ വിവാഹ വേഷത്തിലിരിക്കുന്നത്, തൻ്റെ അടുത്ത് വരൻ ഇരിക്കുന്നതായി മനസ്സിൽ കാണുക, അല്ലെങ്കിൽ തൻ്റെ അടുത്ത് വധു ഇരിക്കുന്നതായി മനസ്സിൽ കാണുക. പൂജാരി മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതും മനസ്സിൽ കാണുക. കല്യാണ മണ്ഡപം, മന്ത്രകോടി, ആഭരണങ്ങൾ അല്ലെങ്കിൽ പുതുവസ്ത്രം, നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കാണുക. അതായത് ഈ 7 മിനിറ്റിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ ആ ഒരു ഫീൽ നിങ്ങളിൽ ഉണ്ടാകണം. ഇനി നിങ്ങൾ ഗവൺമെൻറ് എക്സാമിൽ പാസ്സാകണം, അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ റിസൾട്ടിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ ആ നമ്പർ ആ ലിസ്റ്റിലുണ്ട്. അത് കണ്ട് നിങ്ങൾ തുള്ളിച്ചാടുന്നത്, സന്തോഷിക്കുന്നത് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ കാണുക. ഇനി ഡയറക്റ്റ് ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സാകുന്നത്, ആദ്യത്തെ ദിവസം ജോലിക്ക് പോകുന്നത്, പുതിയ ഡ്രസ്സ് ഇട്ട് പെർഫ്യൂം അടിച്ച് നിങ്ങൾ ആ ജോലിക്ക് പോകുന്നതായി നിങ്ങൾ മനസ്സിൽ കാണുക. ഇനി നിങ്ങൾ ആദ്യമായി ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ആ ദിവസം നിങ്ങളെ കണ്ട് എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നത്. ഇങ്ങനെ ആ ഓഫീസിൽ ആദ്യത്തെ ദിവസം നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ കാണുക. നമ്മുടെ ചിന്തകൾക്ക്, തോന്നലുകൾക്ക്, സങ്കല്പത്തിന് യാതൊരു ലിമിറ്റേഷനുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചിന്തിക്കാവുന്നതാണ്. നമ്മുടെ ഈ തോന്നലുകളാണ് അല്ലെങ്കിൽ ചിന്തകൾ ആണ് യാഥാർത്ഥ്യമായി രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നാളെ അതിശക്തിയാർന്ന ഈ 777 മാജിക് ഡേയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അതെത്ര വലുതാണെങ്കിലും ശരി
അത് നടന്നു കഴിഞ്ഞതായി നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ കാണുക. നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതായി നിങ്ങൾ മനസ്സുകൊണ്ട് കാണുമ്പോൾ ആ ഒരു ഫീൽ, ആ ഒരു സന്തോഷം നിങ്ങളിൽ ഉണ്ടാകണം. അതാണ് പ്രധാനം. ഒരു സന്താനമില്ലാതെ വിഷമിക്കുന്നവർ ധാരാളം പേരുണ്ട്. എനിക്കൊരു കുഞ്ഞിനെ വേണം ഭഗവാനെ, ഈ പ്രപഞ്ചമേ എനിക്കൊരു സന്താന ഭാഗ്യം എന്ന വരം നൽകി അനുഗ്രഹിച്ചാലും ഇനിയൊരു കുഞ്ഞുണ്ടായാൽ അതിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ശബ്ദം എങ്ങനെയുണ്ടാകും? കുഞ്ഞിൻ്റെ മൃദുലമായ കാലുകൾ തൊടുമ്പോൾ എങ്ങനെയുണ്ടാകും? അതെല്ലാം നിങ്ങളുടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് നിങ്ങൾ കാണുക. ഇനി മറ്റു ചിലരെ സംബന്ധിച്ച് കടബാധ്യതയായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടെ കടബാധ്യതകളെല്ലാം നിങ്ങൾ കൊടുത്തു തീർത്തു കഴിഞ്ഞു. സന്തോഷകരമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അളവിൽ കൂടുതൽ പണം നിങ്ങളുടെ കയ്യിലുണ്ട്. അതെല്ലാം നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് കാണുക. ഇനി നിങ്ങളെ കണ്ട് എല്ലാവരും നിങ്ങളെ വരവേൽക്കുന്നതാണ്. ഇനി ഏത് കാര്യമാണെങ്കിലും അതെല്ലാം നല്ല പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. നെഗറ്റീവായി ഒരു കാര്യങ്ങളും ചിന്തിക്കരുത്. രാവിലെ 7 മിനിറ്റ് അല്ലെങ്കിൽ വൈകിട്ട് 7 മിനിറ്റ് ആ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യം ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിച്ച് കാണുക. ഇനി ഈ രീതിയിലൊന്നും ചിന്തിക്കുവാനോ അല്ലെങ്കിൽ സങ്കല്പിക്കുവാനോ എനിക്കറിയില്ല അല്ലെങ്കിൽ എനിക്കതിന് സാധിക്കില്ല, അങ്ങനെയുള്ളവർക്ക് നാളെ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എഴുതാവുന്നതുമാണ്. ഇനി നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നല്ല പോസിറ്റീവായി മാത്രം എഴുതുക. ഒരു പേപ്പറിൽ വെറും 7 തവണ മാത്രം എഴുതിയാൽ മതിയാകും. ഇനി ഒരു ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഞാൻ നല്ല ജോലി ചെയ്യുകയാണ്. ഇനി പണമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പണം എൻ്റെ കയ്യിലുണ്ട്. രോഗങ്ങൾ മാറാനാണെങ്കിൽ ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എനിക്ക് നല്ല സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള കുഞ്ഞ് ജനിച്ചു. ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടി. എൻ്റെ ശമ്പളം ഇരട്ടിയായി ലഭിച്ചു. വിദേശ ജോലിക്ക് പോയി സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്താണെങ്കിലും അത് നല്ല പോസിറ്റീവായ രീതിയിൽ വെറും 7 തവണ എഴുതുക. എഴുതുമ്പോൾ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്, റെഡ് അങ്ങനെ ഏത് നിറത്തിലുള്ള പേന കൊണ്ടും എഴുതാവുന്നതാണ്. എന്നാൽ എന്തു കാരണം കൊണ്ടാണെങ്കിലും നാളത്തെ ഈ അത്ഭുതകരമായ ദിവസം ആരും തന്നെ പാഴാക്കരുത്. കാരണം നമുക്ക് കിട്ടിയ ഭാഗ്യമുള്ള ഒരവസരമാണിത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസമുള്ളവർ മാത്രം നാളത്തെ ഈ അത്ഭുത ദിവസം പ്രയോജനപ്പെടുത്തുക. ഇനി നാളെ രാവിലെ 7 മണിക്ക് നിങ്ങളുടെ ഒരാഗ്രഹം എഴുതി ഇനി വൈകിട്ടത്തെ 7 മണിക്ക് മറ്റേതെങ്കിലും ആഗ്രഹം എഴുതുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും എഴുതാവുന്നതാണ്. അതായത് ഒരു പേപ്പർ എടുക്കുക. പേപ്പറിൻ്റെ ഒരു വശത്ത് രാവിലെ 7 തവണ ഏതെങ്കിലും ഒരാഗ്രഹം എഴുതുക. ഇനി വൈകിട്ട് 7 മണിക്ക് ആ പേപ്പറിൻ്റെ മറുവശത്ത് നിങ്ങളുടെ മറ്റൊരാഗ്രഹം 7 തവണ എഴുതാവുന്നതാണ്. ഇനി എഴുതിയ ഈ പേപ്പർ നിങ്ങളുടെ പൂജാമുറിയിലോ പേഴ്സിലോ അലമാരയിലോ മേശയിലോ അങ്ങനെ എവിടെയും വെക്കാവുന്നതാണ്. ഇനി ഈ പേപ്പർ അടിക്കടി നിങ്ങൾ കാണുമ്പോൾ അത് തുറന്നു വായിക്കുക. നിങ്ങൾ എഴുതിയ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം വളരെ പെട്ടെന്ന് തന്നെ അത് നടക്കാൻ പോകുന്നു. ഞാൻ വളരെയധികം സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എഴുതിയ ആഗ്രഹം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് കാണുക. ഇനി പേപ്പറിൽ എഴുതുമ്പോൾ 777 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്താണോ അത് നല്ല പോസിറ്റീവായ രീതിയിൽ വെറും 7 പ്രാവശ്യം എഴുതിയാൽ മാത്രം മതി. ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്താൽ 100% നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.